ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ച് അവർ ദൈവത്തെ ആരാധിക്കുന്ന മനോഹര രൂപികളായ ഒരു ചിത്രീകരണം നമ്മുടെ നടുവിലുണ്ട്. ദൂതന്മാർ മനോഹര രൂപികളാണ്. മാനുഷിക രൂപത്തോട് അടുക്കാവുന്ന രൂപങ്ങളുള്ളവരും ഏറ്റവും സൗന്ദര്യമുള്ളവരുമായ ആളുകളെ. ചിലരതിനെ പെൺകുട്ടികളുടെ രൂപത്തോട് ഉപമിക്കാറുണ്ട്. കാര്യം സൗന്ദര്യത്തിൽ അവരാണ് മുൻപിൽ നിൽക്കുന്നത്. ചിലരതിനെ പുരുഷ രൂപത്തോടും ഉപമിക്കാറുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജിൽ വന്ന് ദൂതന്മാരെ ഒന്ന് അഭിനയിച്ച് കാണിക്കുവാൻ ഏറ്റവും മനോഹരമായ രൂപങ്ങളാണ്. പക്ഷെ ദൂതന്മാർ അതല്ല. അതുമാത്രമല്ല, ഓർണമെൻ്റലായി ഉപയോഗിക്കുവാൻ സഭകൾ അവരെ ഉപയോഗിക്കുന്നു. സ്റ്റെയിൻ ഗ്ലാസ്സുകളിൽ പള്ളികളുടെ മുമ്പിൽ ഇതിനെക്കുറിച്ച് ഇവരിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിവുള്ളത് ദൂതന്മാരെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെയിൻ ഗ്ലാസ്സുകളിലും മറ്റും അല്ലെ പള്ളികളിൽ ഉപയോഗിച്ച് വരുന്ന ഇതിനകത്തിരിക്കുന്ന അനേകരും അത് കണ്ടിട്ട് പോലുമില്ല. പണ്ട് കാലത്തുള്ള പഴയ പള്ളികളിലൊക്കെ നോക്കിയാൽ, പ്രത്യേകിച്ചും യൂറോപ്പിൻ്റെ പ്രദേശത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര മനോഹരമായി അലങ്കരിച്ച ആ പള്ളികൾ ആ പടം സഹിതമാണ് ലേലം ചെയ്ത് വിൽക്കുന്നത് എന്ന് മറക്കരുത്. അതിനകത്ത് ആളില്ലാതെയായി. കാര്യം ദൂതൻ്റെ പടമേ ഉള്ളൂ. ദൂതൻ അവിടെ ഇല്ലാത്ത സാഹചര്യമായി. യെശയ്യാവിൻ്റെ പുസ്തകം 6:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉസ്സിയാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് യെശയ്യാവ് കണ്ടു. അവരുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഇത് സ്വർഗത്തിലുള്ള നിത്യമായ ഗാനമാണ്. എല്ലാ ദിവസവും എല്ലാ സമയവും സ്വർഗത്തിൽ ആലപിക്കപ്പെടുന്ന പ്രധാന ഗാനങ്ങളാണിത്. പ്രധാന ഗാനങ്ങളിൽ ഒന്നാണിത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഈ ദൂതന്മാരെ ആരാധിക്കുമ്പോൾ ഈ ഭൂമിയിലും ഈ ആരാധന തുടരുന്നുണ്ട്. തൻ്റെ മഹത്വം എല്ലായിടത്തും കാണാം. സങ്കീർത്തനങ്ങൾ 148 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വജനവുമേ അവനെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ, സ്വർഗത്തിനും ആകാശത്തിനും മീതെയുള്ള വെള്ളവുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ. അതെ, ദൈവത്തെ ആരാധിക്കുന്നത് ദൂതന്മാരുടെ കടമയാണ്, ജോലിയാണ്. അവർ ഡെയിലി അതിനകത്ത് ഇൻവോൾവ് ആണ്. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ എന്ന് പറയുമ്പോൾ സൂര്യനോ ചന്ദ്രനോ ആ ഗ്യാസ് ജൈൻസും ഡസ്റ്റ് ജൈൻസും അല്ല പകരം. അത് അവിടെയുള്ള ആ ഗോളങ്ങളല്ല പകരം. അതിൽ വസിക്കുന്ന ദൂതന്മാരെയാണ് ഉൾക്കൊള്ളിക്കുന്നത്. എല്ലായിടത്തും ദൂതന്മാരുണ്ട്. അവർ ദൈവത്തെ ആരാധിക്കണം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ മുമ്പിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ അങ്ങ് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിലിടും. സ്വർഗത്തിൽ ആരാധന ദൂതന്മാർ മാത്രമല്ല, സകല സ്വർഗീയ ജീവികളും മാത്രമല്ല, ദൈവസഭയെ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 ആയിരുന്നു. അവരത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവത്തെ ആരാധിച്ചു. സ്വർഗത്തിൽ സദാസമയവും ദൂതന്മാർ ദൈവത്തെ ആരാധിക്കും. ഞാൻ എവിടെയാണ് തുടങ്ങിയത്? ദൂതന്മാരെ മനോഹര രൂപികളായി ചിത്രീകരിച്ച് ഓർണമെൻ്റൽ പിക്ചേഴ്സായി അവരുടെ പിക്ചർ വെച്ച് സ്റ്റെയിൻ ഗ്ലാസ്സുകളിൽ വെച്ചിരിക്കുന്നതാണ്. നിശ്ചയമായും സകല ദൂതന്മാരും ദൈവത്തെ ആരാധിക്കണം എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കൊരല്പം കൂടെ വിശദീകരണം കിട്ടും. ഇവിടെയെല്ലാം പഴയ നിയമത്തിൽ കാണുന്ന ദർശനങ്ങൾ കണ്ട പ്രവാചകന്മാർ അതുപോലെ പകർത്തി എഴുതുമ്പോൾ, ദൈവശബ്ദം അതുപോലെ എഴുതുമ്പോൾ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ
പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരിൽ പ്രമാണിയായിരുന്ന് വചനത്തിൻ്റെ ധ്യാനത്തിൻ്റെ ഗൗരവത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത് കാണാം. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. എബ്രായ ലേഖനം 1:6 നമ്മൾ ഈ കാര്യം കാണുന്നത്. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നതിന് വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ 1:14 വായിക്കുമ്പോൾ അവരുടെ സൃഷ്ടിയിൽ ദൈവത്തിന് മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അഥവാ വേറൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം അവരിൽ പലരെയും സൃഷ്ടിച്ചത്. ഒന്ന്, ദൂതന്മാരെ സൃഷ്ടിക്കുമ്പോൾ വേറൊരു ഉദ്ദേശമുണ്ട്, നമ്മൾ അങ്ങോട്ടാണ് വരുന്നത്. എങ്കിലും സകല ദൂതന്മാരും ദൈവത്തെ സ്തുതിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. സൃഷ്ടിയിൽ സൃഷ്ടാവായ ദൈവം രണ്ടാമനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള സകലരും അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സകലരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കണം എന്നൊരാശയം കർത്താവിലൂടെ പറഞ്ഞു. ഈ സമയത്ത് ഈ സ്റ്റേജിലേക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ വേണ്ട, നമ്മുടെ ഇവിടുത്തെ സുപ്രീം കോടതി ഹൈക്കോർട്ടിൻ്റെ ജഡ്ജോ കയറി വരികയാണെങ്കിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് സ്വാഭാവികമാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ, തൃത്വത്തിൽ രണ്ടാമനെ പ്രപഞ്ചത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സ്വർഗം പ്രഖ്യാപിച്ചു, സകല ദൂതന്മാരും സകല സൃഷ്ടിയും എഴുന്നേറ്റ് നിന്നവനെ ആരാധിക്കാം. അങ്ങനെ അവരാരാധിച്ചു. പക്ഷേ ദൂതന്മാരുടെ സൃഷ്ടിയിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. എബ്രായ ലേഖനം 1:14 അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. ആരാധനയുടെ ഒരു സമയം അവർക്കുണ്ട്. അവർ സദാസമയം ദൈവത്തെ ആരാധിക്കും. അതോടൊപ്പം നമ്മുടെ സേവകാത്മാക്കളായി രക്ഷിക്കപ്പെടുവാനുള്ളവർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് ദൂതന്മാർക്കൊരു1000 പ്രത്യേക കടമകൾ കണ്ടെന്നു വരാം. അനേക കടമകൾ ബൈബിളിലുണ്ട്, ഞാനതെല്ലാം എടുക്കാൻ ഒക്കത്തില്ല. ദൂതന്മാരുടെ ശുശ്രൂഷകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മയുദ്ധത്തിന് വേണ്ടി ഒരു ദൈവപൈതലിനെ സഹായിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ബേഥേലിനത് ആവശ്യമാകയാൽ ആ ഭാഗത്തൂടെ പോകാനാണ് ഞാൻ പ്രധാനമായും ആഗ്രഹിക്കുന്നത്. ആത്മയുദ്ധത്തെക്കുറിച്ച് ഓവർ എംഫസൈസ് ചെയ്യുകയല്ല, അതിനെ വെൽ എംഫസൈസ് ചെയ്യുമ്പോൾ മറ്റു ഭാഗങ്ങൾ മറന്നു പോകാതെ ഇരിക്കേണ്ടതിന് അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. മനോഹര രൂപികൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞു. സ്വർഗമണ്ഡലം മുഴുവനും ദൈവത്തെ ആരാധിക്കണം. പക്ഷേ അവർ കടലാസിൽ വരച്ചു വെക്കുന്ന, സ്റ്റെയിൻ ഗ്ലാസിൽ ഉറപ്പിച്ച് കാണിക്കുന്ന, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ കാണിക്കുന്ന അവരുടെ ആക്ഷൻ സോങ്ങിനകത്ത് അല്ലെങ്കിൽ അവരുടെ സ്കിറ്റിനകത്ത് അവർ കാണിക്കുന്നതായ ആ രൂപം മാത്രമല്ല ദൂതന്മാർ. അവർക്ക് സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും ജോലിയുണ്ട്. അതിൽ ഒന്നാമത്തേത് ഒരു ദൈവപൈതലിനെ സഹായിക്കുക. എന്നോടും നിങ്ങളോടുമുള്ള ബന്ധത്തിൽ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ആത്മയുദ്ധം എന്ന പദത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കട്ടെ. എൻ്റെ കർത്താവ് തൻ്റെ വയലിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ സ്നാനപ്പെടുന്ന അന്ന് എന്നോട് പറഞ്ഞത്, നീ ലോകപ്രകാരവും ദൈവത്തിനു വേണ്ടിയും പട്ടാളക്കാരനായിരിക്കും. ഒരു പട്ടാളം മോഡൽ ദൈവം എന്നെ ഏൽപ്പിച്ചതാകയാൽ മറ്റധികം പേരേക്കാൾ അധികം ആത്മാർത്ഥതയിൽ അത് പറയുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യത്തെ മനുഷ്യനായ ആദം ശ്വാസം വലിക്കുന്നതിന് മുന്നമേ, അതായത് സ്വർഗത്തിലെ ദൈവം മണ്ണുകൊണ്ടൊരു മനുഷ്യപ്രതിമയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുന്നതിന് മുന്നമേ ആത്മയുദ്ധം അന്തരീക്ഷത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോസ്മിക് വാർ എന്നൊക്കെയാണ് വേദപഠിതാക്കൾ അവരെ വിളിക്കുന്നത്. എന്നവയെ ഒരളവിൽ അങ്ങനെ വിളിക്കാവുന്നതാണ്. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ദയവായി പരസ്യമായി ഒന്ന് വായിക്കാമോ? എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ആകെ സൃഷ്ടിക്കുന്നതിനും ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ, ആദിമ മനുഷ്യനായ ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ, അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുന്നതിന് മുന്നമേ, ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ ശ്വാസം വലിക്കുന്നതിന് മുന്നമേ അന്തരീക്ഷത്തിൽ ഒരു യുദ്ധത്തിൻ്റെ പ്രഭാവമുണ്ട്. അതാണ് ആത്മയുദ്ധം. വായിക്കാമോ? യഹൂദയും ഇസ്രായേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ ഭ്രമ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്തു തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ടു രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു.
മതി. ഗ്യാസ് പ്ലാനറ്റായി ഈ ഭൂമി ഇരിക്കുമ്പോൾ, ഇത് മണ്ണായി രൂപീകരിക്കപ്പെടുന്നതിന് മുന്നമേ ആ പഴയ ഗ്യാസ് ഫോർമേഷനിൽ ഇതിരിക്കുമ്പോൾ, ഇതൊരു ഗ്യാസ് പ്ലാനറ്റായി ഇരിക്കുന്ന സമയം ഈ ഭൂമിയിൽ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. എന്തായിരുന്നത്? ലൂസിഫറും സൈന്യവും ആകെ സ്വർഗീയ സൈന്യങ്ങളിൽ 1/3 വെട്ടേറ്റ് വീഴുന്ന കോസ്മിക് ശബ്ദം, ആ ഗർജനം ലോകം കേട്ടതാണ്. ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി. അന്നു മുതൽ ഇന്നുവരെ തുടരുന്നതാണ് ആത്മയുദ്ധം. അതിന് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ യുദ്ധത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കുണ്ട്. ആ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല. ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലാകും. പ്രാരംഭത്തിങ്കിൽ ദൈവം സൃഷ്ടിച്ച ദൂതന്മാരിൽ ഒരുവനായിരുന്നു ലൂസിഫർ. സൗന്ദര്യത്തിൻ്റെ പ്രഭയവൻ ഉണ്ടായിരുന്നു. സകലവിധ രത്നങ്ങൾ കൊണ്ടും അവൻ മൂടപ്പെട്ടിരുന്നു. അവൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം വലുതായിരുന്നു. എസെക്കിയേൽ 28 അദ്ദേഹത്തെക്കുറിച്ചൊരു വിശദീകരണം തരുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം അവൻ്റെ ഹൃദയം അഹങ്കരിച്ചു. അവൻ സ്വയം കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടിയിലൊന്ന് നോക്കി, ഇല്ലെങ്കിൽ കണ്ണാടിയില്ലാതെ കാണാവുന്ന അവൻ്റെ സൃഷ്ടി വൈഭവം അവൻ ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവൻ സ്വയം ഇങ്ങനെ പറഞ്ഞു, കൊള്ളാം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ എയർഫോഴ്സ് ലൈഫിൽ ചില പ്രിയപ്പെട്ടവർ രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ഭാഷയിൽ പഴുതാരമീശ വെക്കും. ഈ സൂത്രമൊക്കെ വരച്ചുണ്ടാക്കി വടിച്ചുണ്ടാക്കി ഈ പരുവത്തിലാക്കണേൽ അരമണിക്കൂറും ഒക്കെയാണ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കണ്ണാടിയുടെ മുമ്പിലോട്ട് നിന്നേച്ച് പറയും, കൊള്ളാം, ഇന്ന് പെണ്ണ് കാണാൻ പോവാം, കൊള്ളാം, ഐ എം ഓൾ റൈറ്റ്. നല്ല വില കൊടുത്ത് വാങ്ങിച്ച വസ്ത്രങ്ങൾ തേച്ച് വെടിപ്പാക്കി ഇട്ടേച്ച് പറയാറുണ്ട്, കൊള്ളാം. ലൂസിഫർ ഒരിക്കൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്നേച്ച് പറഞ്ഞു, കൊള്ളാം, ഞാൻ ദൈവത്തിന് തുല്യനെ പോലെ ഇരിക്കുന്നു, എന്നെയും ആരാധിക്കുവാൻ മോശമല്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഇതര ദൂതന്മാർ എന്നെ ആരാധിക്കണം. സ്വർഗത്തിലെ ദൈവത്തിന് അതൊരിക്കലും സഹിക്കാവുന്നതല്ല. അതിനുവേണ്ടി അല്ലവനെ നിർമ്മിച്ചത്. അവൻ്റെ നിർമ്മാണത്തിൽ ആരാധന എടുക്കുക എന്നൊരു കടമ അവൻ ഇല്ലായിരുന്നു. ഇല്ലാത്ത കടമയിലേക്ക് അവൻ കടന്നതോടെ സ്വർഗം ഉത്തരവിട്ടു, ഒരൊറ്റ വെട്ട്. ഈ കോസ്മിക് യുദ്ധം ആരംഭിച്ചു, ആത്മയുദ്ധം ആരംഭിച്ചു. ആകെ സൃഷ്ടിക്കപ്പെട്ടതിൽ അവനോട് ചേർന്ന് നിന്ന 1/3 ദൂതന്മാർ സഹിതം ഗ്യാസ് പ്ലാനറ്റിലേക്ക് പടക്കെന്ന് വീണു. ആ ശബ്ദം അന്തരീക്ഷത്തിൽ മാറ്റൊലി കൊണ്ടു. ആ യുദ്ധം ഇന്നും തുടരുകയാണ്. ആരാധന എനിക്ക് പിടിച്ചെടുക്കണം, ജനത്തെ എന്നെപ്പോലെ രൂപീകരിക്കണം, ജനത്തെ എന്നെപ്പോലെ ആക്കണം. ഈ ചിന്ത അവനിൽ ഇന്നുമുണ്ട്. ദൂതന്മാരുടെ ആരാധന കേവലം ശബ്ദ സൗന്ദര്യം മാത്രമല്ല, ആകാശയുദ്ധത്തിൻ്റെ വലിയ മുഴക്കമാണ്. അവയെ കോസ്മിക് വാർ എന്ന് വേദപഠിതാക്കൾ വിളിക്കാറുണ്ട്. അതെ, കോസ്മിക് വാർ അന്ന് ആരംഭിച്ചു. എസെക്കിയേൽ പ്രവചനം 1:24 അവരുടെ ആരവത്തിൻ്റെ മറ്റൊരു ഭാഗം കാണാം. ദയവായി വായിച്ചാട്ടെ. എസെക്കിയേൽ പ്രവചനം 1:24. അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ, വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുമുള്ള മുഴക്കമായി ഞാൻ കേട്ടു. നിൽക്കുമ്പോൾ അവ ചിറകു താഴ്ത്തു. 25 വായിച്ചു. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിതാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു. നിൽക്കുമ്പോൾ അവ ചിറകു താഴ്ത്തു. മതി. ഒരു കൂട്ടം ദൂതന്മാരെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അവർ ചിറകുയർത്തി പറക്കുന്നവരാണ്. അവർ പറക്കുമ്പോൾ അവരുടെ ചിറകിൻ്റെ ആരവം വലിയ മുഴക്കത്തോടുകൂടെ ഇടിമുഴക്കത്തെ പോലെ കേൾക്കുവാൻ കഴിയുന്നതാണ്. അതിൻ്റെ മുകളിൽ, അവരുടെ തലയ്ക്ക് മുകളിൽ നീലക്കല്ല് പാകിയതുപോലെ ഒന്നുണ്ട്. അവിടെ നിന്ന് ശബ്ദമുയർന്നു. ആ നീലക്കല്ലിലാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അക്ഷരീക സാന്നിധ്യം തിരുവചനം പ്രസ്താവിക്കുന്നത്. മോശ പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന് ദൈവത്തിങ്കിൽ നിന്ന് ദൂതേറ്റെടുക്കേണ്ടതിന് വേണ്ടി 40 രാവും 40 പകലും ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയേറിയ രശ്മികൾ അവിടെ അടിച്ചു. നമ്മുടെ ബൈബിളിൽ ആകെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പദം, പർവ്വതം തീ കൊണ്ട് പുകയുന്നത് പോലെ പുകഞ്ഞു, പർവ്വതങ്ങൾ കുലുങ്ങി, കുന്നുകൾ മുട്ടാടുകളെ പോലെയും പർവ്വതങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളിച്ചാടുവാൻ തുടങ്ങി. യഹോവയുടെ മഹത്വം അവിടെ വെളിപ്പെട്ടു. അവിടെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി മോശ സംസാരിക്കുന്ന ഭാഗങ്ങൾ ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്, ആകെ പർവ്വതം നീലയായി മാറി, നീലക്കല്ലുകൾ അവിടെ പ്രത്യക്ഷമായി. അതിലൊരു നീലക്കല്ലിൻ്റെ കഷണത്തിലാണ് 10 കൽപ്പനകൾ തൃക്കരങ്ങളുണ്ട് കർത്താവ് എഴുതി മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇവിടെ പറയുകയാണ്, ഈ സാറാഫുകൾ ആർക്കുന്ന ശബ്ദത്തിൽ, അവരുടെ ചിറകടിയുടെ ഉച്ചത്തിൽ, ആ ശബ്ദത്തിൻ്റെ മുകളിൽ, അവരുടെ തലയുടെ മുകളിൽ ആ നീല വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ ദിവ്യമാണ്. അത് യുദ്ധത്തിന് വേണ്ടിയാണ്. യുദ്ധശബ്ദമാണ് ദൂതന്മാർ മുഴക്കിയിരുന്നത്. അവർ യുദ്ധശബ്ദം മുഴക്കി. നമ്മുടെ ആരാധനകളിലും വലിയ
യുദ്ധപടാഹങ്ങളാണ് ഉയരേണ്ടത്, വലിയ വലിയ നാദങ്ങളാണ് പുറപ്പെടേണ്ടത്. ആരാധനയിൽ ആത്മയുദ്ധത്തിൻ്റെ പടഹങ്ങളും പ്രസ്താവനകളും ഉയർന്നേ മതിയാകെയുള്ളൂ. ഹേ പിശാചേ, കീഴടങ്ങ്, നീ എൻ്റെ കാൽ കീഴാണെന്ന് പറയുവാൻ. ഈ പ്രപഞ്ചത്തിൽ ദൈവം എന്നെ ആക്കിയത്, ഈ പട്ടണത്തിൽ ദൈവം എന്നെ ആക്കിയത് നിന്നെ ഉയർത്തി കാണിപ്പാനല്ല, പകരം നിന്നെ എൻ്റെ കാൽ കീഴിൽ താഴ്ത്തുവാനാണ്. എനിക്ക് പോരാട്ടമാണെന്ന് പറയുന്നത് സത്യമാണെങ്കിലും അതിനെ പുകഴ്ത്തി പറയുവാനല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ രണ്ടുപേര് തമ്മിൽ അടിയുണ്ടായി. അടി ബലഹീനൻ തോറ്റു കഴിഞ്ഞപ്പോഴവൻ അവരനോട് പറഞ്ഞു, അവന് പിന്നെയും തല്ല് കിട്ടാൻ വേണ്ടിയാണ്. അത് മിണ്ടാതെ പോയിരുന്നേ അടുത്ത തല്ല് വരികയില്ലായിരുന്നു. ഞാൻ കണ്ടതാ, എൻ്റെ കണ്ണിന് കണ്ടതാ. അവൻ തറയിൽ അടി കൊണ്ട് വീണ് കഴിഞ്ഞപ്പോഴവൻ പറയുക, എടാ നീ ജയിച്ചത് നിൻ്റെ കഴിവ് കൊണ്ടല്ലേ, എൻ്റെ കഴിവുകേട് കൊണ്ടാണ്. നീ കഴിവുള്ളവനാന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇല്ലടാ, നിനക്കൊരു കഴിവുമില്ല, പക്ഷേ ഗതികേട് എനിക്കതിനേക്കാൾ കഴിവുകേടാ, അതുകൊണ്ടാണ് ഞാൻ തോറ്റതല്ല, അതൊന്നുമല്ല. ഇന്ന് പകൽ പിശാചിനോട് പറ, നീ എന്നെ താൽക്കാലികമായി ജയിച്ചെന്ന് തോന്നിയാലും ഇല്ല, ജയം എൻ്റെ പേരിൽ എഴുതിയിരിക്കുക. ദേശം പിടിച്ചെടുക്കേണ്ടതിന് ഞാൻ നിൻ്റെ അടുക്കൽ വരികയാണ്. പ്രസംഗം ആരംഭിക്കുന്നതിന് മുൻപും പ്രസംഗം അവസാനിച്ച ശേഷവും സ്തോത്രകാഴ്ച പിരിക്കുമ്പോഴും ടൈം പാസിന് വേണ്ടി എടുക്കുന്ന ശബ്ദമല്ല, ശബ്ദമാധുര്യത്തിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ശബ്ദ കോലാഹലങ്ങളല്ല, സിംഫണിയല്ല, ആരാധനയുടെ പാട്ഗാനങ്ങൾ. അവ ജയത്തിൻ്റെ ഘോഷമാണ്. അത് ഇതിനകത്തൊരു സിംഫണി ഉണ്ട്, ഇതിനകത്ത് മനോഹരതയുണ്ട്. പക്ഷേ അതിലുപരിയായി ഉയരേണ്ടത് അധികാരസ്ഥരായ ദൈവമക്കളുടെ നാവിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ആ ശബ്ദമാണ്. ആ ശബ്ദത്തിലാണ് അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ എഴുന്നേറ്റ് വരുന്നതും പിശാച് കീഴടങ്ങുന്നതും. നമ്മുടെ ആരാധനകളുടെ രൂപം മാറണം. ഈ ആഴ്ചയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇന്നത്തെ സഭായോഗത്തിന് പറയുവാൻ വേണ്ടി തന്ന വാചകങ്ങളാണ് ഞാൻ അതുപോലെ എഴുതിയിട്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രികളിൽ പലപ്പോഴും കിടന്നുറങ്ങുമ്പോൾ പ്രത്യേക ദൈവശബ്ദം ഉണ്ടാകുകയും ആ സമയത്ത് തന്നെ ഞാൻ എഴുന്നേറ്റ് അത് എഴുതിയിടുകയും മറന്നു പോകുന്നതിന് മുന്നമേ അടുത്ത ദിവസം അത് രേഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ദൈവം എന്നോട് ഇടപെട്ടതാണ്. ആരാധനകളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് ശബ്ദമാധുര്യത്തിനല്ല, ശബ്ദമാധുര്യം ഉണ്ട്, ഇറ്റ്സ് എ സിംഫണി. അത് ഒരുമിച്ച് മുഴങ്ങേണ്ട ശബ്ദമാണ്. പക്ഷേ അതിനകത്ത് അധികാരമുള്ളവർ പറയുമ്പോൾ പിശാച് കീഴടങ്ങിയിരിക്കും. പട്ടണം പിടിച്ചെടുക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ നമുക്ക് കഴിയണം. അതൊരു ടൈം ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. പലപ്പോഴും പല കൺവെൻഷനുകളിലും പല ഇടങ്ങളിലും അധപ്പതിച്ചു പോയ ഇടങ്ങളിൽ പ്രസംഗകൻ വരുവാൻ 15 മിനിറ്റ് താമസിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിക്കൊണ്ട് വന്ന കുറിപ്പെടുക്കാൻ മറന്നുപോയതുകൊണ്ട് ഒരു പാട്ടുപാടി കളയാമെന്ന് പറഞ്ഞ് പാട്ടുപാടി രസിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതല്ല ആരാധന. ആരാധന ടൈം ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല, പകരം അതിൻ്റെ മുമ്പിൽ ഈ പകൽ ശക്തികൾ ഇളകുവാൻ നമ്മുടെ പാട്ടുകളിൽ ആത്മാവിൻ്റെ തീ കത്തി നിൽക്കേണ്ടതാണ്. അതത്ര ആരാധനയുടെ ഭാഗം. അപ്പോൾ മാത്രമാണ് ദൂതന്മാരുമായി നാം ഒരുമിച്ച് ചേരുന്നത്. നമ്മോട് ചേർന്ന് ദൂതന്മാർ ആരാധിക്കുമെന്ന് പറഞ്ഞത് ഇവിടുത്തെ വീണ കേൾക്കാനല്ല, ഇവിടുത്തെ സംഗീതത്തിൻ്റെ മാധുര്യത്തിനല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്വർണ്ണ വീണ മീട്ടുന്ന വൈണികർ സ്വർഗത്തിൽ ഇന്നുമുണ്ട്. അവർ വൈണികർ വീണ മീട്ടി ആരാധിക്കുമ്പോൾ സ്വർഗം കുനിഞ്ഞു നോക്കുകയാണ്. ബേഥേലിൽ എന്താ നടക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പുറത്ത് വലിയ ആരാധന നടക്കുകയാ. വീണയുടെ നാദം അവിടെ ഉണ്ട്, എല്ലാ ഇനം സ്വരങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് കേട്ടിട്ടില്ലാത്തതും അറിവില്ലാത്തതും കേട്ട് കേൾവിയില്ലാത്തതുമായ അനേക വാദ്യ ഉപകരണങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ച് ധ്വനിക്കുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ തമ്പുരാനും താഴോട്ട് നോക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് ആരാധന നിയന്ത്രിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ പട്ടണത്തിൽ നിന്ന് ഉയരുന്ന ശക്തി ഇവിടെയുള്ള ശക്തികളെ, അനാത്മശക്തികളെ ഇല്ലാതാക്കുന്നതാണ്. അത് രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളായി സ്വർഗം അവരെ നിയമിച്ചിരിക്കുന്നതാണ്. ആ ദൂതന്മാർ നമ്മോട് ചേർന്ന് ആരാധിക്കും. കേവലം സംഗീതമാധുര്യം മാത്രമാണെങ്കിൽ ദൂതന്മാർ ആരാധനയ്ക്ക് വരാറില്ല. സ്റ്റെയിൻ ഗ്ലാസുകളിൽ അവരുടെ പടം വരച്ചു വെക്കാറേ ഉള്ളൂ. ദൂതന്മാർ ആരാധനയ്ക്ക് വരണമെങ്കിൽ അവരാഗ്രഹിക്കുന്നത് പോലെ തമ്പുരാനെ ഉയർത്തുന്നതായ ഗാനങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വരേണം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം അവരെ കാണുന്നുണ്ട്. അതിനവൻ പേടിക്കണ്ട, നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടായിരിക്കും, പ്രവാചക ശിഷ്യൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചക, നാം പിടിക്കപ്പെട്ടു പോയി. അരാമിൻ്റെ സൈന്യം വന്ന് നാം ഇരിക്കുന്ന മല മുഴുവനും വളഞ്ഞിരിക്കുന്നു. നമ്മെ പിടിക്കുവാൻ അരാം രാജാവ് സൈന്യത്തെ അയച്ചതാ. ഇന്ന് ബുദ്ധി കൊണ്ട് കാണുമ്പോൾ നാം കാണുന്നത്
നമുക്ക് ചുറ്റും അനേക സൈന്യങ്ങൾ വളഞ്ഞിരിക്കുന്നതാ. ക്രിസ്ത്യാനിത്വം ഉയരാതെ ദൈവജനത്തെ ഞെരുക്കിക്കളയേണ്ടതിനായി അമർത്തിക്കളയേണ്ടതിനായി ഉയർന്നു നിൽക്കുന്ന ശക്തികളെ കാണുമ്പോൾ തന്റെ പ്രവാചകൻ ഒരു പ്രാർത്ഥന, യഹോവേ യവന്റെ കണ്ണൊന്ന് തുറക്കണമേ. കണ്ണു തുറന്നപ്പോൾ കാണുന്നത് അവരോടുകൂടെ ഉള്ളവരെക്കാൾ നമ്മോടുകൂടെ ഉള്ളവരധികമാണ്. ഈ പട്ടണം നിറഞ്ഞിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ബേഥേലിന്റെ വട്ടമായി പട്ടണം നിറയ്ക്കട്ടെ. ഈ ആശയം നമ്മുടെ നടുവിൽ നിന്ന് കത്തുമ്പോഴാണ് ദൂതന്മാർ ഇറങ്ങി വരുന്നത്. നമ്മുടെ ഉറക്കത്തിലും നാം അറിഞ്ഞും അറിയാതെയും എത്രയോ യുദ്ധങ്ങൾ അവർ നമുക്ക് വേണ്ടി നിർവഹിച്ചു കാണും. ആർക്കറിയാം? കർത്താവിനോട് കഴിഞ്ഞ ആഴ്ചയിൽ പല കാര്യങ്ങൾ ഇതുപോലുള്ളത് ഇടപെട്ടു. നീ അറിയാതെ ഇരിക്കെ, നീ ചിന്തിക്കാതെ ഇരിക്കെ എത്ര യുദ്ധങ്ങൾ നിനക്ക് വേണ്ടി നിർവഹിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഇടത്ത് പലയിടത്തും ദൈവിക സഹായ ഹസ്തങ്ങൾ ഇറങ്ങി വരുന്നത്. എനിക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ശക്തികൾ അതുപോലെ കീഴടങ്ങുന്നത്, നിങ്ങൾക്കെതിരെ ഉയർന്ന ശക്തികൾ അതുപോലെ കീഴടങ്ങുന്നത്. മറ്റൊരാളുടെ മരണത്തിനിടയാക്കിയ അതേ നെഞ്ചിന് വേദന എനിക്ക് വന്നപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ സ്വന്തം കൈവച്ചപ്പോൾ സൗഖ്യമായി. ഇതിൻ്റെ പുറകിൽ ഏതാണ്ട് ചിലതുണ്ട്. എൻ്റെ കൈവച്ചാൽ നെഞ്ചിന് വേദന മാറത്തില്ല, എൻ്റെ കൈവച്ചാൽ ഹാർട്ട് അറ്റാക്ക് മാറത്തില്ല. പകരം ദൂതൻ കൈവച്ചതാ. അതിനു വേണ്ടിയാണ് ദൂതന്മാർ ഇവിടെ ഉള്ളത്. ഇന്ന് പകൽ ആരാധനയുടെ മധ്യേ ചിലതിനെ തൊട്ടെഴുന്നേൽപ്പിക്കുവാൻ, ചിലതിനെ സ്പർശിക്കുവാൻ ദൂതന്മാർ ഇറങ്ങി വരട്ടെ. എത്ര യുദ്ധങ്ങൾ നാം അറിയാതെ അവർ നമുക്ക് വേണ്ടി നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ നടപ്പിലും നമ്മുടെ ഇരിപ്പിലും എല്ലാ സമയത്തും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവമയച്ച യുദ്ധവീരന്മാരായ ദൂതന്മാരുണ്ട്. അവരെല്ലാം ദൈവത്തെ ആരാധിക്കണമെന്നതൊരു ഫാക്റ്റ് ആണെങ്കിലും ചിലരെ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുക. യേശു ഒരിക്കൽ പറഞ്ഞു, അവരുടെ സമ്മൂഹ ദൂതൻ പിതാവിൻ്റെ മുഖം കാണുകയാ. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി, നമുക്ക് വേണ്ടി വ്യക്തിപരമായി, ഓരോരുത്തർക്ക് വേണ്ടി വ്യക്തിപരമായി പിതാവിനോട് സംസാരിക്കുവാൻ നിയമിക്കപ്പെട്ട ദൂതന്മാരെ സമൂഹ ദൂതന്മാർ എന്ന് യേശുവിൻ്റെ വാ കൊണ്ട് വിളിച്ചു. ഇതനുഭവിച്ച നാം ഡേഞ്ചറസ് ജയാളികളാണ്. എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുമ്പെയാണ് ഡേഞ്ചറസ് അനോയിൻറ്റിങ് എന്ന പദം ആദ്യമായി ഇവിടെ ഉയർന്നത്. എന്നെ ദൈവം ആശയങ്ങൾ ഏൽപ്പിച്ചു, കർത്താവ് ഏൽപ്പിച്ച ആശയങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷമാണ് ഇറ്റ് സ്പ്രാങ് അപ്പ്. ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ചോദിക്കാതെ കിളന്നു വന്ന ഒരു പദമായിരുന്നു ഡേഞ്ചറസ് അനോയിൻറ്റിങ്. അത് 2 കർത്തൃദാസന്മാരിൽ നിന്ന് വന്നതോടെ ആ പദത്തിന് ഗൗരവമുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് ഡേഞ്ചറസായ പദം ചേർത്ത് കർത്താവ് പറഞ്ഞ ആത്മയുദ്ധത്തിൽ വീരന്മാരായവർ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടതാ. യു ആർ ഡേഞ്ചറസ്, യു ആർ ഡേഞ്ചറസ്. നിങ്ങൾ ടേക്കപ്പ് ചെയ്യുന്ന യുദ്ധങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഏറ്റെടുക്കുന്ന വാറുണ്ടല്ലോ, പൈശാചിക ദൂതന്മാർ, വലിയ ശക്തന്മാർ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കീഴടങ്ങ പിശാചേ എന്ന് വിളിച്ചു പറയുന്ന ദൈവവൈദ്യരെ, യു ആർ ഡേഞ്ചറസ്, വിക്ടോറിയസ്. ഡേഞ്ചറസ് എന്ന് നിങ്ങളെ വിളിച്ചേ പറ്റുള്ളൂ. പക്ഷെ തിരുവചനവും ആത്മയുദ്ധങ്ങളും ചിന്തിച്ചാൽ ഉൾക്കാഴ്ചയായി കാഴ്ചക്കാരായി നിൽക്കുന്നവർക്ക് ആർക്കു വേണ്ടിയും ദൂതന്മാർ വരാറില്ല. ഇതാണ് അതിപ്രധാനമായ വേറൊരു വാണിംഗ് പരിശുദ്ധാത്മാവ് തന്നത്. ആത്മയുദ്ധം കാണുവാൻ, ആരാധന കാണുവാൻ വേണ്ടി വരുന്ന ആർക്കു വേണ്ടിയും കാഴ്ചക്കാരായി നിൽക്കുന്നവർക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങാറില്ല. ഗാലറികളിൽ ഇരുന്നു കൊണ്ട് ആരാധന ദർശിക്കുന്നവർ, ഓൺലൈനിലും മറ്റും പലരും ആരാധന ദർശിച്ചു പോകുന്നവരുണ്ടായേക്കാം. ഇതിനകത്ത് വന്നതിലും ചിലർ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നവർ കണ്ടേക്കാം. അവർക്ക് വേണ്ടി ദൂതൻ വരാറില്ല. ആരാധനയിൽ പങ്കെടുക്കുന്ന അത് ഓഫ്ലൈനിലാകാം, ഓൺലൈനിലാകാം, ലോകത്തിൻ്റെ ഏത് റിമോട്ട് കോർണറിൽ നിന്നുമാകാം, എനിക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ആരാധനയിൽ ജോയിൻ ചെയ്യുന്ന ദൈവ പൈതലേ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം നിയമിച്ചതായ വിശുദ്ധ ദൂതന്മാർ യുദ്ധത്തിന് തയ്യാറാ. കാഴ്ചക്കാർക്ക് വേണ്ടി വരുന്നില്ല, പകരം ആത്മയുദ്ധത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നവർ ദൈവജനത്തെ സഹായിക്കുവാൻ വേണ്ടിയാണ്, നിങ്ങളുടെ കൈകളെ ബലപ്പെടുത്തേണ്ടതിനാണ് ഈ ദൂതന്മാർ നിയമിക്കപ്പെട്ടിരുന്നത്. മറക്കരുത്, എൻ്റെയും നിങ്ങളുടെയും അഭാവത്തിൽ ദൈവം നേരിട്ട് യുദ്ധം ചെയ്ത എത്രയോ സാഹചര്യങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും അഭാവത്തിൽ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്ത എത്രയോ സാഹചര്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ദയവായി ഒന്ന് വായിക്കാമോ? വെളിപ്പാട് 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുന്ന, വായിച്ചു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും
സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. കുഞ്ഞെ, നാളെ ഒരിക്കൽ ഞാൻ ഈ ഭാഗത്തിൻ്റെ വിശദീകരണത്തിൽ വരികയാണ്. പണ്ടൊരിക്കൽ ഗ്യാസ് ജൈൻ്റായി ഭൂമി ഇരുന്നപ്പോൾ, ഇതാദ്യമായി ദൈവം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് അടിസ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഗ്യാസ് ജൈൻ്റായിരുന്നു. അന്നിവിടെ മണ്ണില്ലായിരുന്നു. ഇന്ന് ഇത് മണ്ണുള്ളതായി മാറി. പണ്ടിത് ഗ്യാസ് ജൈൻ്റായിരുന്ന സമയത്താണ് ലൂസിഫർ 1/3 ദൂതന്മാരും വെട്ടേറ്റ് ഭൂമിയിൽ വീണത്. ദൈവം ഇതിൻ്റെ കോസ്മോസ് മാറ്റി, ദൈവം ഇതിൻ്റെ ഗ്യാസ് ഫോർമേഷൻ മാറ്റി, ഗ്യാസ് ഫോർമാറ്റ് മാറ്റി, ദൈവം ഇതിനെ മണ്ണുള്ളതാക്കി. ഉറപ്പുള്ള പാറയും നനഞ്ഞ ഒഴുകുന്ന വെള്ളവും മണ്ണുമായി എനിക്കും നിങ്ങൾക്കും പാർക്കത്തക്കവണ്ണം ഈ ഭൂമിയെ രൂപീകരിച്ചു. അതുകൊണ്ട് സാത്താനെ, നീ രക്ഷപ്പെട്ടില്ല. ഇനിയും ശേഷിക്കുന്ന പഴയ പാമ്പിനെ വെട്ടി ഈ മണ്ണിലിടും. പണ്ട് നിന്നെ വെട്ടി ഗ്യാസിനകത്തിട്ടത് ഓർമ്മയുണ്ടോ? ഇനി നിന്നെ വെട്ടി മണ്ണിനകത്തിടുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ തയ്യാറാണ്. അത് തന്നെയാണ് പറഞ്ഞ്. വീണ്ടും ആ വാക്യം വായിച്ചാട്ടെ. ഉദരത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അന്ന് തുടർന്ന് പുത്രനായ തമ്പുരാൻ ഭരണമേറ്റെടുക്കും. സഹസ്രാബ്ദ ഭരണവും അതിനപ്പുറത്തൊരു ഭരണവും. ലോകത്തിൻ്റെ ഭരണം കൊണ്ടുപോയ പിശാചിൻ്റെ കയ്യിൽ നിന്ന് അത് ഒന്നിച്ചു ചേർത്ത് എതിർ ക്രിസ്തുവിനെ ഏൽപ്പിക്കുകയും അവനെ കീഴടക്കിക്കൊണ്ട് യേശു ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്യും. അതുവരെ അനേക ശത്രുക്കളെ കീഴടക്കേണ്ട ചുമതല എൻ്റേതാണ്, നിങ്ങളുടേതാണ്, നമ്മുടേതാണ്. ലോക്കൽ ഏരിയയിൽ യുദ്ധം ചെയ്യുന്ന അനവധി ശത്രുക്കളുണ്ട്. അവയുടെ നേരെ നിൽക്കുവാൻ ബലപ്പെടുത്തപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് നാം സഭയിൽ നടത്തുന്ന ഓരോ ആരാധന കേവലം ഗാനമേളയല്ല, വാദ്യഘോഷങ്ങളുടെ സിംഫണി അല്ല, കേവലം ആർപ്പല്ല, പകരം ആത്മയുദ്ധത്തിൻ്റെ മാറ്റൊലികളാണ്. ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നവർക്കായി സ്തോത്രം. ഞാൻ എത്ര മനോഹരമായി പാടിയെന്ന് പറയുന്നതല്ല. എൻ്റെ വാക്കിൽ ദൂതന്മാർ ചലിച്ചു, എൻ്റെ വാക്കിൽ ദൂതഗണങ്ങൾ ഇളകി, എൻ്റെ വാക്കിൽ ശത്രു ഭയന്നു മാറി, എൻ്റെ വാക്കിൽ നടക്കേണ്ടത് നടന്നു എന്ന് പറയുവാൻ. ഇസബേൽ രാജ്യം ഭരിക്കുന്ന കാലം പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവൾ ഒരു ദിവസം പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യേഹു നിന്നെ ഒന്ന് അഭിഷേകം ചെയ്യാൻ പോവാ. മനുഷ്യരിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു യേഹുവിനെ രാജാവായി ഒന്ന് അഭിഷേകം ചെയ്തു. പ്രവാചകൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞേച്ചു പോയി. കാര്യം ഏലിയാവിനോട് കർത്താവ് പറഞ്ഞിരുന്നു, നീ 2-3 പേരെ അഭിഷേകം ചെയ്യണം. ഏലിയാവിന് കാര്യം തികയ്ക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഏലീശയെ മാത്രം അഭിഷേകം ചെയ്തു. എന്നാൽ ഏലിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ ഭാവിയിൽ പ്രവാചക ശിഷ്യന്മാർ യേഹുവിനെ അഭിഷേകം ചെയ്തു. അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു ശക്തിയുണ്ട്. ഒരു ദിവസം യേഹുവിനെ പിടിക്കുവാൻ രാജ്യത്തെ രാജാവ് സൈന്യങ്ങളെ അയച്ചു. ആ സൈന്യങ്ങളിൽ നിന്ന് ഒരുവൻ മുൻപിലേക്ക് വന്ന് യേഹുവിനോടൊരു ചോദ്യം ചോദിച്ചു, സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു. യേഹുവിൻ്റെ മറുപടി, സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം, തിരിഞ്ഞെൻ്റെ പുറകെ വാ. ആ ഒരൊറ്റ ശബ്ദത്തിൻ്റെ മുമ്പിൽ രാജദൂതൻ വിറച്ചു. നിങ്ങളിൽ ചിലരുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ അധികാരം വ്യാപരിക്കട്ടെ. കുഴഞ്ഞാടുന്ന ശബ്ദമല്ല, സ്തുതിഗീതങ്ങളിൽ ഉയരേണ്ടത് ആത്മാവിൻ്റെ ബലമാ. ഞാൻ ആവശ്യം വീണ്ടും വീണ്ടും പറയുകയാ, കണ്ണാടി നോക്കി കൊള്ളാമെന്ന് പറഞ്ഞ് രസിക്കാനല്ല നിങ്ങളെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബിൽ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി പോയ കൂട്ടത്തിൽ വാഗ ബോർഡറിൽ പോയി അവിടുത്തെ ഈവനിങ് പരേഡ് ഒന്ന് കാണാൻ ഒരവസരം സുനിൽ പാസ്റ്റർ ഉണ്ടാക്കിയത്. ഞാനാണെങ്കിൽ പോകത്തില്ലായിരുന്നു. ഞാൻ അമൃത്സറിൽ പല വർഷങ്ങളുണ്ടായിട്ട് ഞാൻ ഒരിക്കൽ പോലും വാഗ ബോർഡർ കാണാൻ പോയിട്ടില്ല. എൻ്റെ ഇന്നത്തെ നോട്ടത്തിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ജോലികൾ എനിക്ക് പലതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചെറുതിന് പോകാറില്ല. ഇപ്രാവശ്യം പോയപ്പോൾ സുനിൽ പാസ്റ്ററാണ് അത് ക്രമീകരിച്ചത്. അവിടെയുള്ള കർത്തൃദാസന്മാരോട് പറഞ്ഞു, ഞാനും ആ വെട്ടിലായി, അതുകൊണ്ട് എനിക്ക് പുറത്തു വരാൻ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. ടൈം അവരാണ് നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് ഞാനും പോയി. പക്ഷേ വാഗ ബോർഡർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ ഒരു പിക്ചർ എടുത്തു. സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ വർഷിപ്പ് ലീഡേഴ്സിനെ കൊണ്ട് അവിടെ വന്ന് കാണിച്ചിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നി. ലോകപ്രകാരമുള്ളതാണെങ്കിലും പലതും നമുക്ക് പകർത്താനുണ്ട്. അവരുടെ ഒരു ലീഡർ വെളിയിലോട്ടിറങ്ങി, എനിക്കൊന്ന് ഒരു ലാൻസ് നയിക്കൂ, അങ്ങനെ ഏതാണ്ട് ഒരുത്തിന്
ഈ തോളത്ത് കയ്യിൽ ഒരു വര വെച്ച പുള്ളിയാണ്. ലാൻസ് നായിക്കോ ആ ലെവലിലൊരുത്തനാണ്. പക്ഷെ അവൻ്റെ അതോറിറ്റി, അവനിൽ വ്യാപിക്കുന്ന എന്തൂസിയാസം, അവൻ്റെ കൈയെടുത്തൊരു വിളി വിളിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഒരുമിച്ച് അട്ടഹസിക്കുന്നത് അവൻ്റെ ശബ്ദത്തിൻ്റെ അതോറിറ്റി. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു അതോറിറ്റി ഉണ്ടാകണം. ഭൂതം ബാധിച്ചവർ ചുരുളുന്ന, പൈശാചിക ശക്തിയിൽ മൂവ് ചെയ്യുന്നവർ അലറുന്ന ഒരു ശക്തി എൻ്റെയും നിങ്ങളുടെയും ആരാധനയിൽ വേണം. അത് വചന ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള ടൈം ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഇപ്പോൾ തുടർന്ന് നമ്മൾ സ്തോത്ര കാഴ്ച എടുക്കുമ്പോൾ പാടാൻ പോകുന്നത് സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ടൈം ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ആ വാക്കുകൾ ശക്തി വ്യാപരിക്കട്ടെ. എങ്കിൽ ദൂതന്മാർ നമ്മോടുകൂടെ ആരാധനയിൽ ഒരുമിച്ച് ചേരും. മറക്കരുത്, ഒരു സിംഫണി ഉയരണം, ഉയരാതെ പറ്റത്തില്ല. വിശ്വാസം തുളുമ്പുന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്നതും തികഞ്ഞ ഉന്മേഷത്തോടുകൂടിയും അതേസമയം ഉത്തരവാദിത്വ ബോധത്തോടും കൂടെയും തിരുമുമ്പിൽ കഴിക്കുന്ന ആത്മീക വിടുതലിന് വേണ്ടിയുള്ള അഭയയാചനകളും അല്ല, കൽപ്പനകളുമാണ് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടത്. അതിനുവേണ്ടിയാ ദൈവം നമ്മെ ആക്കിയത്. അതെ, വിശ്വാസം സ്ഫുരിക്കുന്നതും നിറഞ്ഞു കവിയുന്നതുമായ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും അതിശക്തമായ അധരങ്ങളാലും നാവുകളാലും പുറത്തേക്ക് നിർഗണിക്കുന്നതുമായ ദൈവിക ആരാധന ദൂതന്മാരെ ചലിപ്പിക്കും. നമ്മുടെ ആരാധന ദൂതന്മാരെ ചലിപ്പിക്കുമോ? ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് കുഴഞ്ഞാടിയാൽ ഒരു ദൂതനും പ്രസാദിക്കാൻ പോകുന്നില്ല, ഒരു ദൈവവും പ്രസാദിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാൾ നന്നായി കുഴഞ്ഞാടുന്ന ദൂതന്മാർ ദൈവത്തിനുണ്ട്. പകരം ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്ത ഒരു ദൈവ പൈതൽ സ്റ്റേജിൽ ഉറച്ചു നിന്നാൽ, ഈ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും ഉറച്ചു നിന്നാൽ, നിങ്ങൾക്കറിയാമോ, പൈശാചിക മണ്ഡലം വിറയ്ക്കും. പൈശാചിക മണ്ഡലം വിറയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താൽ നമ്മുടെ നാവിൽ നിന്നും ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ വ്യാപരിക്കുന്ന ആത്മയുദ്ധത്തിൻ്റെ വാക്കുകളും ഗാനങ്ങളും ആണ് നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത്. അവയുടെ മുമ്പിൽ ദൂതഗണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കും. ഒരു ദൈവപൈതൽ റെഡിയായി നിന്ന് കഴിഞ്ഞാൽ ദൂതഗണങ്ങൾ തയ്യാറെടുക്കും. ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് തിരുവചനത്തിൽ, കാഹളം നാദഭേദം കാണിക്കാഞ്ഞാൽ ആർ യുദ്ധത്തിന് പുറപ്പെടും? നിങ്ങളുടെ ശബ്ദത്തിൽ നാദഭേദം ഉണ്ടാകണം. ദൈവം എന്നോട് ഇടപെടുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ശബ്ദം വേറൊന്നായി മാറും, ഗർജന ശബ്ദമായി മാറും. അതല്ലേ ദൂതന്മാരുടെ ശബ്ദം. അവർ പറക്കുന്ന ശബ്ദം ഇടിമുഴക്കം പോലെയാ. അവർക്കെല്ലാം സിംഫണിയുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ അതൊരു ഇടിമുഴക്കം പോലെയാ. ആ ദൂതനാണ് ഇതിനകത്ത് ഇറങ്ങി വരേണ്ടതെങ്കിൽ ഇതിനകത്തൊന്നും ഇടിമുഴക്കങ്ങൾ ഉയരട്ടെ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് യുദ്ധം കാണാൻ വന്നു നിൽക്കുന്നവർക്ക് വേണ്ടി ദൂതന്മാർ വരത്തില്ല. ആരാധന കാണാനിരിക്കുന്നവർക്ക് വേണ്ടി ദൂതന്മാർ വരത്തില്ല. ഞാൻ എങ്ങനെയുണ്ട്, എൻ്റെ ശബ്ദം എങ്ങനെയുണ്ട് എന്ന് പ്രകടിപ്പിക്കുവാൻ വരുന്നവരിൽ ഒരുത്തന് വേണ്ടിയും ദൂതന്മാർ ചലിക്കാറില്ല. പകരം ദൂതൻ എങ്ങനെയുണ്ട് അതിനനുസരിച്ച് ഞാനും ആകേണ്ടതിന് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ, ദൈവമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവനാ. അവൻ എങ്ങനെയുണ്ട്, അവൻ ദൈവിക ആലോചനയിൽ നിൽക്കുന്നവനാ. അവൻ എങ്ങനെയുണ്ട്, അവനെപ്പോലെ ഞാൻ ആകണമെന്ന് വിചാരിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ശബ്ദത്തിൻ്റെ മുമ്പിലാണ് ചിലത് നടക്കേണ്ടത്. ദൈവം ദൂതന്മാരെ അയച്ചാൽ ഒന്നും രണ്ടും ഒന്നുമല്ല അയക്കുന്നത്, ലെഗിയോനുകളാണ്. ഒരു ലെഗിയോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവോളം ഞാൻ ഇതിനെക്കുറിച്ച് കണക്ക് കൂട്ടി 4000 ഞാൻ കേട്ടിട്ടുണ്ട്, 6000 ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അല്പം കൂടെ വിശദമായി എൻസൈക്ലോപീഡിയ തപ്പിയപ്പോൾ 4000 മുതൽ 6000 വരെ വരുന്ന ഒരു സൈന്യ സമൂഹത്തെയാണ് ലെഗിയോൻ എന്ന് വിളിച്ചു വന്നത്. ഒന്നുകൂടെ പറയാം, 4000 മുതൽ 6000 പേർ വരെയുള്ള ഒരു സൈന്യ സമൂഹത്തെയാണ് ഒരു ലെഗിയോൻ എന്ന് വിളിച്ചത്. ഇന്നൊരു ബ്രിഗേഡ് എന്നോ വല്ലതും വിളിക്കുന്ന പോലെ ആയിരിക്കാം. അതിനകത്ത് മെഡിക്കൽ കോറുണ്ട്, അതിനകത്ത് സപ്ലൈ കോറുണ്ട്, അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഇറങ്ങുന്നത് ഒറ്റപ്പെട്ട ദൂതന്മാർ ല്ല, ലെഗിയോനുകളാ. മനസ്സിലായോ? ലെഗിയോനുകളാ. ഒരിക്കൽ കർത്താവായി യേശു തൻ്റെ പത്രോസിനോട് പറഞ്ഞ, പത്രോസേ, വാളെടുത്ത് വെട്ടാനാണെങ്കിൽ 12 ലെഗിയോനിലധികം പേരെ ഇപ്പോഴിറക്കാൻ എനിക്ക് കഴിയുമെടാ. ഇറങ്ങുന്നത് 1ഉം 2ഉം അല്ല, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ലെഗിയോനുകൾ. ഒറ്റപ്പെട്ട ദൂതന്മാരുടെ ശക്തി കുറവൊന്നുമല്ല, കുറവാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ലെഗിയോനുകൾ നമുക്ക് വേണ്ടി ഇറക്കിത്തരുവാൻ, ചോദിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവർ ലോകത്തിലുള്ളവരേക്കാൾ ശക്തരാണ്. നമ്മിലുള്ളവർ ലോകത്തിലുള്ളവരേക്കാൾ ശക്തരാണ്. ഈ പദങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തുളുമ്പുന്ന വിശ്വാസത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ
ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു പദം എന്നെ ചലിപ്പിച്ചു. അത് നേരിട്ട് ദൈവം എന്നോട് സംസാരിച്ചതല്ല. ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന പല പദങ്ങളും ദൈവം എന്നോട് നേരിട്ട് രാത്രിയുടെ യാമങ്ങളിൽ പ്രസ്താവിച്ചതും ഞാൻ അപ്പോഴെഴുന്നേറ്റ് എഴുതിയിട്ടതുമാണ്. എന്നെക്കൊണ്ട് കഴിവുള്ളിടത്തോളം ശക്തമായ മാന്യമായ പുൾപിറ്റ് ലാംഗ്വേജിൽ അതാക്കി എന്നത് സത്യമാണ്. എന്നാൽ ദൈവം എന്നോട് ഇടപെട്ട ആലോചനകളാണ് ഞാൻ ഇടപെട്ടത്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒന്ന് ഒരു കർത്തൃദാസൻ പറഞ്ഞതാ. ഒരു ദൈവവേദന ആവശ്യത്തിൻ്റെ മുമ്പിൽ എനിക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല എന്നും എന്നിലുള്ളവൻ ലോകത്തിലുള്ളവരേക്കാൾ ശക്തനെന്നും പറയുന്ന മാത്രയിൽ ദൂതന്മാർ യുദ്ധത്തിന് എഴുന്നേറ്റ് കഴിയും. ദൂതന്മാർ യുദ്ധത്തിന് എഴുന്നേറ്റ് ക്രമീകരണം ചെയ്യും. നമ്മളും ക്രമീകരണം ചെയ്യണം. മിലിറ്ററിയോട് ബന്ധപ്പെടുത്തിയല്ലേ കർത്താവിൻ്റെ ശുശ്രൂഷ പറഞ്ഞത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഇത്ര മണിക്ക് അലാറം അടിക്കുമ്പോൾ ഡ്യൂട്ടിക്ക് റെഡിയായിക്കോണമെന്ന് പറയാറുണ്ട്. ലോകത്തിലെല്ലാം അങ്ങനെ. 10 മണിക്ക് ഡ്യൂട്ടി ആരംഭിക്കുന്നവർക്ക് വേണ്ടി 9:55 ബ്യൂഗിൾ അടിക്കുമെന്ന് പറഞ്ഞാൽ ആ ബ്യൂഗിളിൻ്റെ നാദം കേൾക്കുമ്പോൾ പോളിഷ് ചെയ്ത് ഷൂസ് ഇട്ട് കഴിഞ്ഞു, തേച്ചൊരുക്കിയതായ സൂട്ട് ഇട്ട് കഴിഞ്ഞു, പോകാൻ റെഡിയായി കഴിഞ്ഞു. പോകാമെന്നും പറഞ്ഞ് ഓടുകല്ല, തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജയമെന്ന് പറയുമ്പോൾ, ശത്രുവേ നിന്നിലുള്ളവനേക്കാൾ എന്നിലുള്ളവൻ വലിയതെന്ന് പറയുമ്പോൾ ദൂതന്മാർ റെഡിയായി കഴിഞ്ഞു. ഈ കാഴ്ചപ്പാടുള്ളവനെ മാത്രമേ. പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അതെ, പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജോലി, ഞാൻ പ്രാർത്ഥിക്കും. വലിയ കഷ്ടത്തിലാണ് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ദൂതനിഞ്ഞ് മാറും. ഇവൻ്റെ പുറകെ പോയിട്ട് എന്നെ എടുക്കാനാ. അവൻ യുദ്ധം ചെയ്യത്തില്ല. എൻ്റെ സമയം വേറെ വല്ലത്തിനും ചിലവഴിച്ചാൽ പോരെ. നോ, നിന്നിലുള്ളവനേക്കാൾ എന്നിലുള്ളവൻ വലിയവൻ. എൻ്റെ വിശ്വാസം നിൻ്റെ ഇതിനേക്കാൾ ഉത്തമം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദാസനാണ്, ഞാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്നൊരു വ്യക്തി പറയുന്ന മാത്രയിൽ തൻ്റെ ദൂതഗണങ്ങൾ റെഡിയായി കഴിഞ്ഞു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. ആശയം ഞാൻ ബൈബിളിൽ നിന്ന് എടുത്തതുകൊണ്ട് പദം പറയുകയാ. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് നിങ്ങൾ ആർക്കുന്ന മാസ്ത്രയിൽ തന്നെ ദൂതന്മാരെ സ്വർഗം വിന്യസിച്ച് കഴിഞ്ഞു. നിങ്ങളുടെ യുദ്ധത്തിന് വേണ്ടി അവർ റെഡിയായി കഴിഞ്ഞു. ദൈവം നിങ്ങളെ വിടുവിക്കേണ്ടതിന് അവരോട് കൽപ്പിച്ചു കഴിയും. അങ്ങനെ നിങ്ങളെയും ആകയാൽ എന്നെയും നിങ്ങളെയും നിരാശരാക്കി വെക്കുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. ആത്മലോകത്തിൽ ഒരു ദൈവപൈതൽ ഒരിക്കലും എഴുന്നേൽക്കാതെ വണ്ണം നിരാശരാക്കേണ്ടതിന് വീണുപോയ ശുശ്രൂഷകന്മാരും പൊളിഞ്ഞുപോയ പ്രവചനങ്ങളും വളരാത്ത സഭകളും പിശാച് പൊക്കി ഉയർത്തി നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തെങ്കിൽ നിന്ന് അകറ്റി നിങ്ങളെ നിരാശബോധവാന്മാരാക്കുമ്പോൾ കർത്താവിന് പറവാനുള്ളത്, എഴുന്നേൽക്ക്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. പുറപ്പെട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നിൻ്റെ സൈന്യങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹേ പിശാചേ, എൻ്റെ ഹൃദയത്തെ മലിനീകരിക്കുവാൻ, എൻ്റെ ഹൃദയത്തെ മലിനീകരിക്കുവാൻ ഞാൻ നിന്നെ അനുവദിക്കയില്ല. ഞാൻ എഫെസ് ലേഖനത്തിൽ നിന്ന് നിശ്ചയമായും ആത്മയുദ്ധത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഒരിക്കൽ തുടങ്ങാം. ഒരിക്കൽ ഇന്നല്ല, പട്ടാളത്തിൽ ഒരു ബെൽറ്റ് കെട്ടാറുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം എന്ന ബെൽറ്റ് കെട്ടണം എന്ന് ബൈബിൾ പറയുന്നു. ശരീരത്ത് ഉപയോഗിക്കുന്ന അക്കാലത്തെ ഭടന്മാർ, പൗലോസ് ഇത് എഴുതുന്ന കാലത്തെ ഭടന്മാർ ഉപയോഗിക്കുന്ന സകല ആയുധങ്ങളും ഈ ബെൽറ്റയിലാണ് തൂക്കുന്നത്, സത്യത്തിലാണ് തൂക്കുന്നത്. ആത്മാർത്ഥമായി സത്യത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവപൈതൽ സത്യം എന്ന അരക്കെട്ടെടുക്കുന്നതോടുകൂടെ, നീതി എന്ന കവചം ധരിക്കുന്നതോടുകൂടെ, സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുന്നതോടുകൂടെ. ഒരു കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ചൊരു പദം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു റോമൻ പടനെ കണ്ടുവച്ചാ പറഞ്ഞത് 2 ഇഞ്ചും 2.5 ഇഞ്ചും നീളമുള്ള ആണികളാണ് റോമൻ പടൻ്റെ കാലിൽ മുഴുവനും വെച്ചിരിക്കുന്നത്. ഏത് സ്ലിപ്പറി സാഹചര്യം കൂടെ പോയാലും തെന്നാതെ പിടിച്ചു നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ കൊള്ളാവുന്ന ആ ചെരുപ്പിട്ടവനെ കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്, എടാ സുവിശേഷ ഘോഷണം എൻ്റെയും ചെരുപ്പാ. ഞാൻ തെന്നത്തില്ല, ഇത് കേട്ടാൽ ഭയപ്പെടത്തില്ല, അത് കണ്ടാൽ ഭയപ്പെടത്തില്ല. എൻ്റെ തലയിൽ വെട്ടിത്തിളങ്ങുന്നതായ ഒരു ശിരസ്ത്രമുണ്ട്. രക്ഷയെന്ന ശിരസ്ത്രം മുതൽ പാദത്തിലുള്ളതായ ചെരുപ്പ് വരെ എല്ലാ ആയുധങ്ങളും തൂക്കുന്നത് ഈ ബെൽറ്റിനോട് ബന്ധപ്പെടുത്തിയാ. അതേലാണ് പരിച തൂക്കുന്നത്, അതേലാണ് വാള് തൂക്കുന്നത്, അതേലാണ് പ്രധാനപ്പെട്ട പലതും ചെയ്യുന്നത്. ഇന്ന് പകൽ ദൈവം നമ്മെ ഒന്ന് ഒരുക്കി നിർത്തട്ടെ.
യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നവർക്കായി സ്തോത്രം. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയുന്നവരാ, നമ്മളത് അറിയാത്തവരല്ല. അവൻ്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകരുത്. പ്രൊവേർബ്സ് 18:21 മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. എന്നോട് ആലോചിക്കുന്നുണ്ട്, എന്നെ പാസ്റ്ററെ ഈ എഴുത്തുകാരെ കൊണ്ട് സുവിശേഷവേല നിർത്തി, യവന്മാരെ കൊണ്ട് ഇവന്മാരെ കൊണ്ട് മടുത്തു. അവനെ എൻ്റെ നാവിൽ നിന്ന് വരേണ്ട പദം അതല്ല. 1000 എഴുത്തുകാർ 10,000 പദങ്ങൾ എഴുതിയാൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു വാക്ക് അതിനേക്കാൾ ഉന്നതമാണ്, അതിനേക്കാൾ ഉന്നതമാണ്. ജീവനും മരണവും നാവിൻ്റെ അധീനതയിൽ. ആരാണതിൻ്റെ ഫലം അനുഭവിക്കുന്നത്? അത് ഇഷ്ടപ്പെടുന്നവനാ. ഇന്ന് പകൽക്കാലം നന്മയുടെ വാക്കുകൾ, ശക്തിയുടെ വാക്കുകൾ, ജീവൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്ന ദൈവപൈതലേ, അത് തന്നെ വിളിച്ചു പറ, നിങ്ങളതിൻ്റെ ഫലം അനുഭവിക്കും. ഈ ആഴ്ച ഡിസംബർ മാസം തീർന്നില്ല. ഈ ആഴ്ച നമ്മുടെ നാവ് കൊണ്ട് ഉന്നതമായി ഇത് പറയുവാൻ ഇഷ്ടപ്പെടുക, നാം അതിൻ്റെ ഫലം അനുഭവിക്കും. ഞാൻ ഒരു ഭാഗം കൂടെ എടുക്കാൻ താല്പര്യപ്പെടുകയാണ്, എന്നിട്ട് നിർത്തിക്കോളാം. പലപ്പോഴും ദൈവത്തിൻ്റെ ദൂതന്മാർ ഓഡിയബിൾ വോയിസിൽ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കിടുങ്ങി. ഓഡിയബിൾ വോയിസിൽ ചിലപ്പോൾ ദൈവദൂതന്മാർ സംസാരിക്കാറുണ്ട്. 80 വയസ്സുള്ളതായ 80-90 വയസ്സുള്ളതായ സക്കറിയ പുരോഹിതൻ മക്കളില്ലാത്തതിൻ്റെ നിരാശയിൽ ലാസ്റ്റ് സർവീസിന് വേണ്ടി വന്ന് യെരുശലേം ദേവാലയത്തിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിരാശ കൊണ്ട് നിറഞ്ഞ ഹൃദയമാ തണ്ടാകത്തോട്ട് കയറി ധൂപം കാണിച്ചുകൊണ്ട് നിൽക്കുകയിൽ അറിയാത്ത ഒരുത്തൻ നിൽക്കുന്നു. പിന്നത്തതിൽ പേര് നമുക്കറിയാം, ഹെബ്രിയേൽ. ഹെബ്രിയേൽ പറഞ്ഞ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേല. ഓഡിയബിൾ വോയിസ്. ഞാൻ ഓഡിയബിൾ വോയിസ് കേട്ടിട്ടുണ്ട്. ഇരിക്കുന്ന കൂട്ടത്തിൽ ദൂതന്മാരുടെ ഓഡിയബിൾ വോയിസ് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളുടെ കൈ ഒന്ന് കണ്ടോട്ടെ. പ്രൈസ് ദ ലോർഡ്. ആ ഡസൻസ് ഓഫ് കൈ ഞാൻ ഇന്ന് കാണുന്നുണ്ട്. അവയ്ക്കായി സ്തോത്രം ഞാൻ കേട്ടിട്ടുണ്ട്. സെക്കരിയാവേ, ഭയപ്പെടേണ്ട, എനിക്കൊരു സദ്വർത്തമാനം പറയാനുണ്ട്. നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്കൊരു മകനെ പ്രസവിക്കാൻ പോകുകയാണ്. സഖരിയാവ് പ്രാരംഭത്തെങ്കിൽ സംശയിച്ചു, പക്ഷേ ആ ശബ്ദം നിർജീവമായിരുന്ന തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തെ സജീവമാക്കി. മരിച്ചുപോയിരുന്ന തൻ്റെ ശരീരം പുത്രോത്പാദനത്തിന് ജീവനുള്ളതായി മാറി. ഓഡിയബിൾ വോയിസ് പലപ്പോഴും ജീവൻ പകരുന്നതാ, മറക്കരുത്. അബ്രഹാമിന് 100 വയസ്സാകുന്നു, സാറയ്ക്ക് 90 വയസ്സ്. ഒരു ദൂതൻ കയറി വന്ന് പറയുകയാണ്, വരുന്ന ആണ്ടിൽ ഈ നേരം നിനക്കൊരു മകൻ ജനിക്കും. ആ ഓഡിയബിൾ വോയിസ് ശബ്ദം തരുന്നതാ. ആ ഓഡിയബിൾ വോയിസ് ജീവൻ തരുന്നതാ. ഓഡിയബിൾ വോയിസ് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതാ. ഒരു ദിവസം കന്യകയായിരുന്ന മറിയ ഒരു ശബ്ദം കേട്ടു, നീ ഒരു അമ്മയാകാൻ പോകുകയാ. മറിയ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ഡെയറിങ്, ഡേഞ്ചറസ് ഫെയ്ത്ത്, ഡേഞ്ചറസ് കമ്മിറ്റ്മെന്റ്. ലോകമറിഞ്ഞാൽ എന്നെ കല്ലെറിയും. അങ്ങനെ ഒരു സംഭവം നടന്നാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും നിലനിൽപ്പില്ല. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ വാക്കിന് ഞാൻ ഇറങ്ങി വരികയാ. ഇന്ന് പകൽ ഓഡിയബിൾ വോയിസസിന് ചെവി ചായ്ക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുപാട് ഓഡിയബിൾ വോയിസസ് അവിടെയും ഇവിടെയും ഒക്കെ കാണാൻ കഴിയും. ഈ ആത്മയുദ്ധം എന്നതൊരു സത്യമാണ്. ഇറ്റ്സ് എ ഫാക്റ്റ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ സോഷ്യൽ ഗ്രീറ്റിംഗ്സ് കേൾക്കാൻ വരുന്നവനല്ല. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇത് കേൾക്കാനുള്ള ദൂതം വരുന്നത്, നിൻ്റെ ഗുഡ് മോർണിംഗ് കേൾക്കാൻ. സോഷ്യൽ ഗ്രീറ്റിംഗ്സ് എൻ്റർടൈൻ ചെയ്യത്തില്ല. പകരം ആരവിടെ യുദ്ധത്തിന് തയ്യാറാകുക. ദൂതന്മാരെ ആയുധങ്ങൾ എടുക്കൂ, പട്ടണം പിടിക്കാൻ പോവാ. പട്ടണം പിടിക്കാൻ പോവാ. ദൂതന്മാരെ ആയുധങ്ങൾ എടുക്കൂ, ആത്മീയരെ സഹായിക്കൂ. കാഷ്വൽ ടോക്കിന് ഇവിടെ സമയമില്ല. സ്വർഗത്തിൽ നിന്ന് നിയമിതമായ ദൈവത്തിൻ്റെ നിയമനത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ മനുഷ്യനെ വിളിച്ചറിയിക്കാൻ ഇറങ്ങി വരുന്നവരാണ് ദൂതന്മാർ.
അപകടകാരികളായ യുദ്ധവീരന്മാരാണവർ. മറക്കണ്ട, അപകടകാരികളായ യുദ്ധവീരന്മാരാ. ഒരിക്കൽ യോശുവ ഈ ശബ്ദം കേട്ടു. ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂതനെ അദ്ദേഹം കണ്ടു. അദ്ദേഹം ദൂതൻ്റെ അടുക്ക് എന്ന് ചോദിച്ചു, നീ ആരാ? അദ്ദേഹം പറഞ്ഞ, ഞാൻ സ്വർഗത്തിലെ സൈന്യങ്ങളുടെ അധിപനായി ഇറങ്ങി വന്നിരിക്കയാ. യോശുവ നെടുമ്പാട് വീണു. പറ, അടിയനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടടാ, ഉണ്ട്. നീ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലമാ, അഴിക്കടാ ചെരുപ്പ്. ചെരുപ്പഴിച്ച് കളയണമെന്ന് എങ്ങും പ്രമാണമില്ലല്ലോ, എങ്ങും എഴുതിയിട്ടില്ലല്ലോ. നീ പ്രമാണം നോക്കേണ്ടവനല്ല. മോശയ്ക്കും നിനക്കുമുള്ള കോളിംഗ് വേറൊന്നാണ്, ദേശം പിടിക്കാനാ. മോശയ്ക്കും നിനക്കുമുള്ള കോളിംഗ് വേറൊന്നാണ്, ദേശം പിടിക്കാനാ. അദ്ദേഹം കവന്നു വീണു. ആ ശബ്ദം തൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ എരിഹോ പട്ടണം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, കോട്ട നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, രാജാക്കന്മാരെ നിന്റെ കയ്യിൽ തന്നിരിക്കയാ. ഈ മനുഷ്യൻ എന്ത് പ്രത്യേകത ഉണ്ടായി? അദ്ദേഹം എഴുന്നേറ്റ് സൂര്യനെ നോക്കി വെച്ച് പറഞ്ഞു, നില്ലവിടെ. കാര്യം ഞാൻ കേട്ട ശബ്ദം എന്നിൽ അധികാരമായി മാറി. ചിലർ കേട്ട ഓഡിയബിൾ വോയിസ് ജീവനായി മാറി. ചിലർ കേട്ട ഓഡിയബിൾ വോയിസ് ശരീരത്തിൻ്റെ റിഫോർമേഷനായി മാറി. ചിലർ കേട്ട ഓഡിയബിൾ വോയിസ് അധികാരമായി മാറി. ചന്ദ്ര അയ്യാലോനിൽ നില്ല. ഇന്ന് പകൽ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൂതനെ, ഇന്ന് പകൽ ദൂതന്മാരെ കാണാൻ ശ്രമിച്ചോണേ. ഈ ദിവസങ്ങളിലെല്ലാം ദൂതന്മാരെ കാണാൻ ശ്രമിച്ചോണേ. They are real. They are real. They are war people. They are the warriors. They are the dangerous warriors. They will transform you to a dangerous warrior. നിങ്ങളിൽ ചിലരെ, എന്നെ ഒരു ഡേഞ്ചറസ് വാരിയറാക്കി മാറ്റുവാൻ ഈ ദൂതന്മാർക്ക് പ്ലാനുണ്ട്. എൻ്റെ സമയം ഏറെക്കുറെ ആകുന്നത് കൊണ്ട് ഞാൻ ഏറെക്കുറെ ഇവിടെ നിർത്താൻ പോകാം. ഈ കാലഘട്ടത്തിൽ നമുക്കത് ആവശ്യമാണ്. കർത്താവേ, എവറീസിൻ്റെ വാചകമടി കേട്ട് ഞാൻ ചാടി ഇറങ്ങിയാൽ നഷ്ടപ്രായമാകും. ഇല്ല മോനെ, ഒരിക്കലും കൈവിടാത്ത ദൈവം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞവൻ, യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചവനെ വഴിയിലിട്ടേച്ചു പോകുവാൻ ദൂതനോട് ആവശ്യപ്പെടുന്നതല്ല. അതാ ദാവീദ് ഒരിക്കൽ ചെയ്തു. അദ്ദേഹം ചെയ്ത തെറ്റ് കവർ ചെയ്യുവാൻ വേണ്ടി ഊരിയാവിൻ്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തു. അത് യോവാബിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ആ എഴുത്തിനകത്ത് എഴുതിയത് യവനെ കൊല്ലേണ്ടതിന് ശത്രുവിൻ്റെ ഏൽപ്പിക്കാനാ. ദാവീദ് ചെയ്തെങ്കിലും എൻ്റെ ദൈവം അത് ചെയ്യത്തില്ല. വാക്കുമാറാത്തവൻ, വിശ്വസ്തൻ, സത്യവാൻ, നീതിമാൻ, യോഗ്യൻ, സകലത്തിനും ഉന്നതൻ, അവനത് ചെയ്യത്തില്ല. ഇന്ന് പകൽ എവറീസ് ഇറങ്ങണമെന്ന് പറഞ്ഞവൻ, എൻ്റെ 12ാമത്തെ വയസ്സിൽ എന്നെ വിളിച്ച, നീ സ്നാനത്തിനിറങ്ങാൻ പറഞ്ഞവൻ, നിങ്ങളെ വിളിച്ചവൻ, ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിൽ അവിടെയും ഇവിടെയും വിളിച്ചവൻ കൈവിടുന്നവനല്ല, കൈവിടുന്നവനല്ല, കൈവിടുന്നവനല്ല. നിങ്ങളിലൊരാൾ എയർപോർട്ടിൽ വരുന്നെന്നറിഞ്ഞാൽ ഒന്ന് പിക്ക് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ, ഞാൻ ഒരിക്കലും പിക്ക് ചെയ്യാൻ പോകുന്ന ആളിനോട് അവൻ വരുന്നതിന് മുമ്പേ സ്ഥലം വിട്ടു, അവൻ എതിലേലും കറങ്ങിത്തിരിച്ച് പോട്ടെന്ന് പറയുന്നവനല്ല ഞാൻ. ഈ മനുഷ്യനായ ഞാൻ അതല്ലെങ്കിൽ അവരോട് പറയുന്നത് നിശ്ചയമായും കൊണ്ടേ വരാം. 10 മിനിറ്റ് താമസിച്ചാൽ, 1 മണിക്കൂർ താമസിച്ചാൽ, ഇന്ത്യ ഫ്ലൈറ്റാ, താമസിച്ചെന്ന് വരാം. വെയിറ്റ് ചെയ്ത് നമ്പർ ഇതാണ്, വിളിച്ച് കൊണ്ടേ വരാവൂ. നിങ്ങളത്രയല്ലേ ചെയ്യത്തുള്ളൂ. നമ്മുടെ യജമാനനോ ദൂതന്മാരെ പറഞ്ഞയച്ചിരിക്കുക. ഡു ഇറ്റ് ആൻഡ് കം. ബേഥേലിന് വേണ്ടി ചെയ്യുവാൻ ദൂതന്മാരെ നിയമിച്ച ദൈവം ബേഥേൽ അവിടെ എത്തുന്നത് വരെ നമുക്ക് വേണ്ടി നിൽക്കേണ്ടതിനാണ് ദൂതനെ അയച്ചത്. പാലത്തെ കയറുമ്പോൾ പാലം വലിക്കുന്നവനല്ല ദൈവം, നിങ്ങളെ കൈവിടുന്നവനല്ല. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല. ഒരു പുതിയ ശക്തിയോടെ ഇന്ന് പകൽ നമുക്ക് മടങ്ങിപ്പോകാം. മരിച്ചുപോയ എലിസബത്തിൻ്റെ ഉദരത്തിൽ ജീവൻ പകർന്നവൻ, ഇതാകുന്നു വഴി, ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്ന് വിളിച്ചു പറയുന്നവൻ. ഒരിക്കൽ ദൈവദൂതന്മാർ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫിസിക്കൽ റോളും മാറും, എല്ലാ കെമിക്കൽ ഫിലോസഫിയും മാറും. തിയറംസ് വിൽ ടേൺ അറൗണ്ട്. അതുവരെ ഉണ്ടായിരുന്ന തത്വശാസ്ത്രങ്ങൾ മാറും, ആകാശ നിയമങ്ങൾ മാറും. അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും കേൾക്കത്തില്ല. ഫിസിയോളജിക്കൽ സാഹചര്യങ്ങൾ മുഴുവനും മാറും. ഇല്ലെങ്കിൽ അബ്രഹാമിനൊരു മകൻ ജനിക്കയില്ല, യേശു വരികയില്ല. എല്ലാ പ്രമാണങ്ങളും മാറും. ഇന്ന് പകൽ കന്യക ഗർഭിണിയാകുന്ന, മരിച്ചവൻ എഴുന്നേൽക്കുന്ന,
ജീവൻ്റെ ഉൽപ്പാദനം നടക്കുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷകൾ നടത്തേണ്ടതിന് ദൂതന്മാരുമായി പങ്കുചേർന്ന് പ്രവർത്തിക്കുവാൻ സഭയെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ നിർത്തട്ടെ. ദൂതന്മാർക്ക് ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് ജോലികൾ. അതിൽ ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. അവർ കേവലം മോണിമെൻറ്റ്സ് അല്ല, അവർ കേവലം സൗന്ദര്യം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ഗ്ലാസുകളിൽ വരച്ചിരിക്കുന്ന രൂപമല്ല. കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ അത് വേണം 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 നിർബന്ധമായി വേണം. കാണിക്കുന്ന ആ നടനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സൗന്ദര്യരൂപികളല്ല. യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നവരാണ്, യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നവരാ. അബ്രഹാമിനെ വിടുവിച്ചവനായ ദൈവം, ലോത്തിനെ കൈപിടിച്ച് വലിച്ചവനായ ദൈവം എല്ലാം ദൂതന്മാരെ കൊണ്ടാണ് ചെയ്തതെങ്കിൽ ഇന്ന് നിങ്ങളെ നടത്തുവാൻ ദൂതൻ ശക്തനാകയാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഭാരതീയ സഭയെ നടത്തുവാൻ ദൂതന്മാർ ശക്തരാകയാൽ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അങ്ങ് കൽപ്പിച്ചതുപോലുള്ള അനുഭവങ്ങളിലൂടെ സഭയെ കടത്തിവിടുവാൻ അങ്ങയ്ക്ക് പ്രസാദമാകയാൽ സ്തോത്രം. ഞങ്ങളുടെ സീസൺ ചേഞ്ച് ആകയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാ കർത്താവേ. ഞങ്ങളുടെ സീസൺ ചേഞ്ച് ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കുന്നു, പട്ടണത്തെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ ഇവിടെ പകരട്ടെ. ദൈവജനത്തിന് വിരോധമായി വെച്ച മുള്ളുകൾ ഒടിഞ്ഞു മാറുവാൻ, കരിഞ്ഞു മാറുവാൻ, കത്തി മാറുവാൻ, തെറിച്ചു മാറുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. ദൂതന്മാരെ, ഭാരതീയ സഭയെ സഹായിക്കൂ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണം. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണം. ദൈവകൃപ പകരണം. മഹത്വം അങ്ങെടുക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.